ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ലാസ്റ്റത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ഗുരുവായൂർ വരെ പോയി. ലാസ്റ്റ് നമ്മളപ്പോൾ അത്രയും ലോങ് ഡ്രൈവ് ചെയ്തതല്ല എൻ്റെ കാറിലാണ്. അപ്പോൾ എൻ്റെ കാറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അത്രയും മഴയത്ത് കിടന്ന് ഓടിയിട്ട് എൻ്റെ വണ്ടിയുടെ ഒരു ഇപ്പോഴത്തെ അതിൻ്റെ ഒരു കോലം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ പോലെ. എനിക്ക് ക്യാമറയ്ക്കകത്ത് എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. കണ്ട ബാക്കൊക്കെ ഇങ്ങനെ, സൈഡെല്ലാം ഈ കളറുമായിട്ടുണ്ട്. വെള്ള വണ്ടി നല്ല മഞ്ഞ കളറായി. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി കുട്ടപ്പനാക്കുന്ന ചെറിയൊരു ക്ലീനിങ് വീഡിയോ. അപ്പം കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഫുള്ള് കാണുക. അതേപോലെ ഈ വണ്ടി ഏതാണ്, എങ്ങനെയാണ് എടുത്തത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറയാം. ഞാൻ ഇതൊന്ന് ഇറക്കിയിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടിയിൽ കയറി കീ തിരിച്ചപ്പം മീറ്ററിൽ 79,161. ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തത് 78,400 സംതിങ്ങിലാണ്. 78,500 കൂട്ടിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 660 കിലോമീറ്റർ ആ ഒരു ട്രിപ്പ് ഫുൾ ഓടി. ഇവിടുന്ന് അത്രയാണ് നമ്മൾ ടോട്ടൽ പോയിട്ട് വന്നത്. ഞാൻ വണ്ടി എടുത്ത് എന്തായാലും മുമ്പോട്ടിടാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് വണ്ടിയുടെ ബാക്കിലത്തെ കോലം. കണ്ട എത്രയും കിലോമീറ്റർ ഓടി ചെളി പിടിച്ച് മൊത്തത്തിൽ വണ്ടിയുടെ കളറേ മാറി. ലൈവിലൊക്കെ കണ്ടാൽ അറിയാം, മഞ്ഞയായി. സൈഡെല്ലാം ബോഡി ആണേലും ലൈവിലാണേലും എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം ഇത് ഫുള്ള് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. നിങ്ങൾക്കിത് എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. അതായത് നമ്പർ ബോർഡ് നോക്കിയാലും സൈഡ് ബോഡി നോക്കിയാലും വീഡിയോയിൽ കിട്ടുന്നുണ്ടോയെന്നറിയില്ല. വണ്ടിയുടെ കളറ് സത്യത്തിൽ വേറെ കളറായി മാറിയിരിക്കും. എത്രത്തോളം ചെളിയുണ്ട്. കഴുകി ഇറക്കുന്ന നല്ല ഇച്ചിരി ഒരു പണിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇൻറ്റീരിയറിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാറ്റെല്ലാം എന്തേ കളറ് മാറി. എന്ന് വെച്ചാൽ നമ്മൾ പോയത് മൊത്തം മഴയത്തായതുകൊണ്ട് ഉമ്മാരെല്ലാം ചവിട്ടി തൂത്തതും ഞാൻ ചവിട്ടി തൂത്തതും. ബാക്കിലൊക്കെ 7 പേരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സൈഡ് ബോഡി പാനലിലും ബോട്ടിൽ വരെ അവിടെ കിടപ്പുണ്ട്. മാറ്റ് നടുക്ക് വെക്കുന്നേയും പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര മഴയത്ത് കയറി ഇറങ്ങി ചവിട്ടി തൂത്ത് കുളമായി കിടക്കാകമൊക്കെ കണ്ടാൽ അറിയാം. കണ്ട മാറ്റൊക്കെ അങ്ങ് അടിച്ച് അകത്ത് ചവിട്ടി തൂത്ത് അകത്ത് കയറ്റിയിട്ടുണ്ട്. സീറ്റിലൊക്കെ എന്തായിട്ട് പൂപ്പൽ പോലും അതുപോലും അറിയത്തില്ല എന്തുവാന്ന്. സെയിം അവസ്ഥ മുമ്പിലും. അതേപോലെ ഡാഷ്ബോർഡ് ഫുള്ള് പൊടിയായിട്ടുണ്ട്. അച്ചൂസിനൊന്നും AC പറ്റത്തില്ലെന്നും പറഞ്ഞാൽ അവിടെയൊക്കെ AC കാത്തിട്ട് പോയതിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി ക്ലീൻ ആക്കി തുടങ്ങാം. തുടക്കത്തിൽ നമുക്ക് ഇൻറ്റീരിയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടിഭാഗം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഗൈസ്. അതൊക്കെ വാക്സ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് പൊടി പെട്ടെന്ന് കയറി പിടിക്കും. ഓക്കെ, ഗൈസ്, അപ്പോൾ ഇൻറ്റീരിയർ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ, ഇതിൻ്റെ ഫുൾ ബോഡി നമുക്ക് വാഷ് ചെയ്തെടുക്കണം. കണ്ടാൽ അറിയാം ഇപ്പോൾ ഇതിൻ്റെ കളർ എന്താണ്, അവസ്ഥ എന്താണെന്ന് കണ്ടാൽ അറിയാം. അപ്പം ഇത് ഫുള്ള് വാഷ് ചെയ്തെടുക്കും ഗൈസ്. വെള്ളം അടിച്ചൊന്ന് നനയ്ക്കുക. ഫുള്ള് അലൈവീലിൻ്റെ ഒക്കെ പഴുതി കണ്ടാൽ അറിയാം, കളർ മാറി വേറെ കളറായി. എന്താ എൻ്റെ അവ നോക്കിയേ, അവ അവിടെ ഇങ്ങനെ കയറി കൈ വെച്ചെൻ്റെ അവിടെ തന്നെ കളർ മാറിയിട്ടുണ്ടോ. അലൈവീലൊക്കെ നല്ല ഇരുന്ന് കഴിവേണ്ട പണിയുണ്ട്. സൈഡിൽ നിന്ന് ആ അഴുക്കൊക്കെ കുറേയൊക്കെ ഒലിച്ചിറങ്ങി പോകുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് ഫുള്ളൊന്ന് കുതിരുമ്പോഴത്തേക്ക് നമുക്ക് ഷാമ്പു കലക്കാം. കുതിർക്കാൻ വെച്ചു. വണ്ടിയൊക്കെ ഇങ്ങനെയാണ് കഴുകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് കഴുകുന്നത്. ഫസ്റ്റിൽ ആ പോകുന്ന അത്രയും ഡസ്റ്റൊക്കെ നമ്മൾ വെള്ളം അടിച്ച് കളയും. വെള്ളം അടിച്ച് കളഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ പതപ്പിച്ച് തൂത്ത് വിടാറുള്ളത്. മണ്ടയ്ക്കൊന്നും അത്ര വലിയ അഴുക്കില്ല, താഴോട്ടാണ്. അലവിയിലൊക്കെ നോക്കിയാൽ കാണാം കളറ് മാറി. ഗൈസ്, ഇതാണ് ഇതിൻ്റെ 1.3 ലിറ്റർ ഡീസൽ എൻജിൻ. കണ്ടാ
ഇത് പവർ അന്യമാണ്. ഈ സെക്കൻഡ് ജനറേഷൻ ഡീസൽ ചുറ്റും ഓടിച്ചവർക്ക് അറിയാം ഇതിന്റെ പവർ. ഒരു പോക്കറ്റ് റോക്കറ്റ് ആണ്, പോക്കറ്റ് റോക്കറ്റ്. ഓക്കെ, അതിന് എൻജിൻ ബേ ഒക്കെ ഇനി ഫുൾ സർവീസിന് എവിടെയും കൊടുക്കുമ്പം ക്ലീൻ ചെയ്യുക. ഇപ്പം നമ്മൾ എന്തായാലും എൻജിൻ ബേ ക്ലീൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ബോഡി മാത്രം വാഷ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അകത്തെ മറ്റേ സാധനത്തിലൊക്കെ വെള്ളം കുറവായിരിക്കും, നമുക്ക് പിന്നെ ഒഴിക്കാം. എന്തായാലും ബോഡി ഞാൻ ക്ലീൻ ചെയ്യട്ടെ. ഗൈസ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കാർ ഷാമ്പു. വേവെക്സിൻ്റെ വാഷ് പ്ലസ് വാക്സ് കാർ ഷാമ്പു ആണ്. നമ്മൾ കുറച്ച് അങ്ങോട്ട് ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് പീച്ചി അങ്ങോട്ട് ഒഴിക്കുക. കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഇത് കലക്കിയതിന് ശേഷം നമ്മൾ ഈ ഹുഡിൻ്റെ അകത്തെ ബാക്കിയെല്ലാം ഞാൻ നോക്കി, ഓയിലുണ്ട്, കൂളൻ്റ് ഫുള്ളാണ്. ആകെ ഞാൻ മഴയത്ത് നമ്മൾ കൂടുതൽ ട്രാവലിംഗ് ഉണ്ടായതുകൊണ്ട് ഈ വിൻഷീൽഡിൻ്റെ വാട്ടർ കമ്മിയാവും. അപ്പോൾ അതങ്ങോട്ട് തള്ളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഓവർഫ്ലോ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് അതിൻ്റെ ഒഴിക്കാം, ബാക്കിയെല്ലാം ഫുള്ളാണ്. ഇനിയാണ് കേസ് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലോത്ത് അങ്ങോട്ട് മുക്കി അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് വെക്കുക. ഓ, ഇത് ഞാൻ ബോണ്ട് തുറക്കാൻ നേരം ക്ലോസ് ചെയ്ത് വെച്ചായിരുന്നു. എടുത്തിട്ട് അങ്ങോട്ട് എൻ്റെ ബാലഗോപാലനെ എണ്ണ തീപ്പിക്കുമ്പം പാടടി ആ മൂല്യം അങ്ങോട്ട് തേച്ച് കൊടുക്കുക. തേച്ച് അങ്ങോട്ട് എടുക്കുക, അഴുക്കെല്ലാം കളയുക. ഇതൊക്കെ കണ്ട എല്ലാം പാടുപോലെ അഴുക്കുകളിരിക്കും. ജസ്റ്റ് നിങ്ങൾ ആ നമ്പർ പ്ലേറ്റ് നോക്കിക്കും. നമ്പർ പ്ലേറ്റിൻ്റെ കോലം മാറുന്ന കാണിച്ചു തരാം. നമ്പർ പ്ലേറ്റ് തുടക്കൊന്ന് കളർ മാറി നോക്കി. ഇവിടുന്ന് അങ്ങോട്ട് ജസ്റ്റ് കളർ പോകുന്നത് കണ്ട പോർഷൻ കഴിവാൻ വേണ്ടി വേറെ തുണി എടുത്ത്, കാരണം നല്ല ചെളിയാണ്. ഇത് നോക്കി മനസ്സിലാവും. ജസ്റ്റ് ഇത് കണ്ട എൻ്റെ വണ്ടിയുടെ കളർ വേഴ്സസ് ഇപ്പം ഇരിക്കുന്ന ഒരു കളർ കണ്ടാൽ മനസ്സിലാവും. ഏത് മൂട്, മണല് മൂട്. തേച്ച് എൻ്റെ പണ്ടാരം ഉറങ്ങുന്നേ. ഇനി നമുക്ക് ബാക്കിലോട്ട് നോക്കാം. അയ്യ, ഇവിടെ എങ്ങനെ കഴിയുമെന്ന് എനിക്കൊരു പിടിയില്ല. നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് വണ്ടിയുടെ ബാക്കിൽ. അപ്പോൾ ആർക്കെങ്കിലും കണ്ട മനസ്സിലായി. ഇങ്ങനെ നിർത്തിയിട്ട് വണ്ടി നിർത്തിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. സ്റ്റിക്കർ കണ്ട് പുറേന്ന് ഓടി വന്നതാ, പോകേണ്ട റോട്ട് അങ്ങോട്ടല്ല, പിക്ക് എടുക്കാനെന്നും പറഞ്ഞൊക്കെ. അങ്ങനെ ഈ കുറേ കാര്യമുണ്ട് ഇതും കൊണ്ട് ഗുണം. അപ്പോഴെനിക്കൊരു പ്രൗഡ് മൊമെൻറ്റ് ഫീൽ ചെയ്തത്. ഒരാൾ ആദ്യമായിട്ട് എൻ്റെ വണ്ടിയൊക്കെ അങ്ങനെ നിർത്തിക്കുന്ന പോലീസുകാർ ഒഴിച്ച് അഴുക്ക് ഇളകുന്ന കണ്ടാൽ മനസ്സിലാവും. ആ നമ്പർ പ്ലേറ്റിൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും. കണ്ടാ എന്തൊരു മണാലി പോയി വന്ന വണ്ടിയാ. 660 കിലോമീറ്റർ ഓടി അഴുക്കാണ് ഇരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് വാഷ് ചെയ്തിട്ടൊക്കെ എടുത്തോണ്ട് പോയി. 2 ദിവസം മുമ്പേ വാഷ് ഇട്ടിരുന്നേ പോകാൻ വേണ്ടിയിട്ട്. അന്നപ്പോൾ ഈ കോലം. ഈ ലോഗോ അതേപോലെ നമ്മൾ ഡീക്രോ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും 2 ലോഗോ ഡീക്രോ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. പിന്നെ ബൾബ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാശ് കിട്ടുന്നതനുസരിച്ച് അലവ് ചെയ്ത് മാറ്റണം. ഞാൻ ഈ സൈഡോട് തുടച്ചിട്ട് ഞാൻ ട്രൈപോഡ് വെച്ചിട്ട് ടൈം ലാപ്സ് ഇട്ട് വേഗം കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ വണ്ടി ഫുള്ള് നമ്മൾ വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ബോഡി ഫുള്ള് നമ്മൾ ക്ലിയർ ആക്കി, ഫുള്ള് കഴുകി ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ബാക്ക് സൈഡ് നോക്കിയാൽ കണ്ടാൽ അറിയാം എന്തോരം മാറ്റം മാറ്റണമെന്ന്. ആ ഒരു ചെളി പിടിച്ച ആ ഒരു ഇതിൽ നിന്ന് മൊത്തം മാറ്റി എടുത്തിട്ടുണ്ട്. അവിടെ ഒരു സൈഡിൽ അവിടെ ലോക്കിയെ കുളിപ്പിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ അലോയ് വീൽ ഇരുന്ന് കഴിവേണ്ട പണിയുണ്ട്. അപ്പോൾ അത് നോക്കാം. A few moments later. ഗയ്സ്, വണ്ടി നമ്മൾ കഴുകിയിട്ടുണ്ട്. മാറ്റ് എല്ലാം എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. മാറ്റിൻ്റെ മണ്ട എടുത്തിട്ടോ ഞാൻ. അത് കുഴപ്പമില്ല. തുടയ്ക്കണം. ഇടയ്ക്ക് മഴ കണ്ടപ്പോൾ കയറ്റിയിട്ടാണ്. തുടച്ചിട്ട് നമുക്ക് ടയർ പോളിഷ് ഇടാം. വണ്ടി ഫുള്ള് കഴുകി കഴിഞ്ഞ് ഇനി തുടച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഇവനെ കുളിപ്പിച്ച്
ഇനി ഇത് തുടച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഫുള്ള് കുട്ടപ്പനാവും ഗൈസ്. ബാക്കിലെ ആ അഴുക്ക് മൊത്തം പോയി. ഈ കൊലത്തിൽ നമ്മൾ തിരിച്ച് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമുക്ക് ടയർ പോളിഷ് അടിക്കാം. ഇതാ ഞാൻ അടിക്കുന്ന ടയർ പോളിഷ്. ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. ജസ്റ്റ് ആ ടയർ ഡ്രൈ ആയിട്ട് അടിക്കണം എന്നാൽ വിളിച്ചിട്ട് നനവേ ഉള്ളൂ. എനിക്ക് ടൈം ഇല്ല. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആക്കുക. ജസ്റ്റ് ഇതിൽ സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്തിട്ട് തൂത്തങ്ങ് പിടിപ്പിക്കുക. നല്ലപോലെ പണിയുണ്ട് ഇത് പോളിഷ് പിടിപ്പിക്കുന്നതിൽ. ഇതാണ് ടയർ പോളിഷ് അടിച്ച് കഴിയുമ്പോൾ ഉള്ള ടയറിൻ്റെ അവസ്ഥ. അടിക്കാതിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ കാണിച്ചു തരാം. അടിക്കാതിരുന്നാൽ അതേ ഇങ്ങിയിരിക്കും. അടിച്ചു കഴിഞ്ഞാൽ നല്ല പോളിഷ്ഡ് ആയിട്ട് ഈ സെറ്റപ്പിൽ നമുക്ക് ടയർ കിട്ടും. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ വാഷ് ചെയ്ത് വൃത്തിയാക്കി ഇറക്കിയിട്ടുണ്ട്. എല്ലാ സൈഡിൽ നിങ്ങൾക്ക് നോക്കാം, ടയർ നോക്കാം. എങ്ങനെ ഇരുന്ന് അലൈവിലാണെന്ന് അത് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരും. ടയറാണല്ലോ അല്ലവയാണല്ലോ എങ്ങനെ ഇരുന്നതാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പം കുട്ടപ്പനാക്കി ഈ ലുക്കിൽ ഇറക്കിയിട്ടുണ്ട് നമ്മൾ. ഗൈസ്, പിന്നെ ഈ വണ്ടിയുടെ വീഡിയോ ഞാൻ കുറച്ച് സ്പെക്ക് പറയുന്നത് ഏതാണ് മോഡൽ അല്ലെങ്കിൽ എന്താണ് കൊണ്ടെടുത്തതെന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് മൈക്ക് ഓഫായി പോയി. മൈക്ക് എന്ത് തേങ്ങയെന്ന് അറിയത്തില്ല. അപ്പോൾ ഒന്നും എടുക്കുകയാണ് ഞാൻ. ഇതിപ്പോൾ വാഷ് ചെയ്ത് ഇട്ടേക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് സെക്കൻഡ് ജനറേഷൻ ഷിഫ്റ്റ് ZDA ആണ്. ഡീസൽ ടോപ്പ് വേരിയൻ്റ് ആണ്. എനിക്ക് ഡീസൽ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിൽ ടോപ്പ് മോഡൽ വേണമെന്നുണ്ടായിരുന്നു. DDA ഇഷ്ടം പോലെ അവൈലബിൾ ആയിരുന്നു. DDA കണ്ടമാനം DDA വണ്ടികളുണ്ടായിരുന്നു. പക്ഷേ ZDA വണ്ടികൾ കുറവായിരുന്നു. ZDA ഉള്ളതൊന്നെങ്കിൽ ഇത് കൂടുതൽ കിലോമീറ്റർ തോനെ ഓടിയത്, അല്ലെങ്കിൽ മോഡൽ കുറഞ്ഞത്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അങ്ങനെ ലോ കിലോമീറ്റർ. ഇതിപ്പോൾ 75 ഓടിയിട്ടുള്ളൂ. 75 ഓടി ഇപ്പോൾ എടുത്തതാണ്. സെക്കൻഡ് ജനറേഷൻ ടോപ്പ് വേരിയൻ്റ്. ഇത് തിരുവനന്തപുരത്ത് പോയി ഞാൻ തപ്പി കണ്ടുപിടിച്ചെടുത്തതാണ്. ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്തൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് കാറാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ മേടിക്കുന്ന ഫസ്റ്റ് വണ്ടി ഇതാണ്. ഓക്കെ, അപ്പം അത്രയാണ് വണ്ടിയുടെ ഒരിത്. പിന്നെന്താ, പിന്നൊന്നുമില്ല. അപ്പം ബൈ ഗൈസ്. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറുതായിട്ട് വണ്ടിയെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ തന്നെ ഒരു വാഷിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്തേക്കുക. കീപ് സപ്പോർട്ടിങ് ഗൈസ്. ബൈ. അപ്പോൾ അടുത്തൊരു വ്ളോഗ് കാണാം.